നമസ്കാരം. മഹാകുംഭമേളയോടനുബന്ധിച്ച് പ്രത്യേക ദിവസം കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിദാരുണമായ ആ ഒരു സംഭവം തിക്കിലും തിരക്കിലും പെട്ടാണ് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായത്. ഈ വിഷയത്തിൽ UP സർക്കാർ, യോഗി ആദിത്യനാഥ് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തികച്ചും സങ്കടകരമായ ഒരു അവസ്ഥ. അത്രയധികം ജനങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ വന്നുചേരുന്ന ഈ മഹോത്സവത്തിൽ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. എന്നിട്ടും അതിൽ ഒരു പാളിച്ച വന്നു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കുംഭമേളയിൽ നേരത്തെ ഉണ്ടായ അഗ്നിബാധ, അത് പലതരത്തിൽ കുംഭമേളയെ ഹൈജാക്ക് ചെയ്യാൻ ചിലർ ശ്രമിച്ചതിന്റെ ഒരു ഭാഗമായിട്ടാണ് അത്തരം ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ തിക്കും തിരക്കും മനഃപൂർവ്വം ഉണ്ടാക്കി പ്രതിസന്ധി ഉണ്ടാക്കിയതാണ് എന്ന തരത്തിലുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അത് ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തിക്കും തിരക്കും ഉണ്ടാകേണ്ട കാര്യമില്ലായിരുന്നു. കൃത്യമായി തന്നെ കാര്യങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ തന്നെ കൃത്യമായി ക്യൂ നിന്ന് തന്നെയാണ് ഭക്തജനങ്ങൾ എത്തിയത്. അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കി, അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി, ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാക്കി അത് ഒരു പ്രശ്നമാക്കി മാറ്റാൻ ചിലർ ശ്രമിച്ചതായുള്ള ചില റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും നടത്തും എന്ന് തന്നെയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ, മുഖ്യമന്ത്രി നേരിട്ടും ഒക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇത്രയധികം കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമുക്കറിയാം. പലപ്പോഴും ഈ തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് അത് മനഃപൂർവ്വം സാധിക്കും. ഒന്നോ രണ്ടോ പേർ വിചാരിച്ചാൽ സാധിക്കും. പണ്ടുകാലത്ത് ഈ തിയേറ്ററിലൊക്കെ ക്യൂ നിൽക്കുമ്പോൾ മനഃപൂർവ്വം തിക്കും തിരക്കും ഉണ്ടാക്കി മോഷണം നടത്തുന്ന, പോക്കറ്റടി നടത്തുന്ന ഗൂഢ സംഘങ്ങളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പലപ്പോഴും പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. മനഃപൂർവ്വം ഉന്തുകയും തള്ളുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആളുകൾ മറിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനിടയിലൂടെ അവരുടെ ലക്ഷ്യം സാധൂകരിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ദുഷിച്ച മനസ്സുള്ള കുറെ ആളുകൾ ഉണ്ട്. അത് മോഷ്ടാക്കളായിരിക്കാം, ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ജിഹാദി ശക്തികളായിരിക്കാം, ഇടതുപക്ഷ ശക്തികളായിരിക്കാം. അങ്ങനെ പലരും പലതിനെ കുറിച്ചും ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ചില ആളുകൾ അവർ പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. झंडा लाल झंडा लेके आया था और जानबूझ के ढकला है सबको, जानबूझ के। क्या दीदी क्या हुआ था आप लोग? कहा तुमने एक ढलान था, वहाँ पर खड़े थे, कुछ आदमी आया झंडा लेके सब गिरा दिया, अचानक से गिर गया और गिरे तो गिरे तो पटक गए। आज मेरे को 50 आदमी खड़ा हो गया, आपके ऊपर कोई चढ़ गया था? 10 आदमी ज्यादा होगा। तब एक लड़का था, उसके बेल्टी पकड़े और हम उठे। അതായത് ചുവന്ന കൊടിയുമായി ചിലർ എത്തുകയും അവരാണ് മനഃപൂർവ്വം തിക്കും തിരക്കും ഉണ്ടാക്കിയത് എന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ, ദൃക്സാക്ഷികളായ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഈ വന്നവർ ആരായിരുന്നു? അവർ കുംഭമേളയുടെ ഭാഗമായിരുന്നു. അവർ മനഃപൂർവ്വം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ വന്നവരല്ലേ. കുംഭമേളയിലേക്ക് പല വേഷങ്ങൾ കെട്ടി മത തീവ്രവാദികളും ഇതുപോലെയുള്ള സംഘങ്ങളും എത്തി അവിടെ പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായുള്ള വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു. കൃത്യമായി ഇന്റലിജൻസ് സംവിധാനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു കുംഭമേളയുടെ ഭാഗമായിട്ട് എന്ന ഒരു അഭിപ്രായമാണ്. അതൊരു വിമർശനമായി കണ്ടാൽ കൂടി തെറ്റില്ല. അത്തരം ഒരു അഭിപ്രായമാണ് പങ്കുവെക്കാനുള്ളത്. ഇവിടെ ചില ആളുകൾ, ഏതാണ്ട് 10ഓളം പേർ കൊടിയും വടിയുമായി എത്തി. അവരാണ് പ്രശ്നമുണ്ടാക്കിയത്, അവരാണ് തിക്കും തിരക്കും ഉണ്ടാക്കിയത്. അവർ ഉണ്ടാക്കിയ തിക്കും തിരക്കിലും പെട്ടാണ് ഇത്രയും അധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി പോയത്. ആ ഒരു അവസ്ഥയുണ്ടായത്. തിക്കും തിരക്കിൽ ആൾക്കാർ മറിഞ്ഞു വീണും ചവിട്ടുകൊണ്ടും അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി മരണപ്പെടാൻ ഇടയാക്കിയത് ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടപെടലാണ് എന്നുള്ളതാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ വെളുപ്പിനെയാണ് സംഭവം ഉണ്ടായത്. ആ പ്രത്യേക ദിവസം സ്നാനം ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നു. അപ്പോൾ അവിടെ ആ പ്രദേശത്ത് മനഃപൂർവ്വം ഒരു തിക്കും തിരക്കും ഉണ്ടാക്കി അവിടെ ആളുകളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കാനും ആളുകളെ തിക്കിലും തിരക്കിലും അതിലേക്ക് നയിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടന്നോ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ കണ്ട ആ ദൃശ്യങ്ങളിൽ അവിടെയുള്ളവർ കണ്ട വീഡിയോ, അല്ലെങ്കിൽ ആ കണ്ട ദൃശ്യങ്ങളാണ് വീഡിയോയിൽ കണ്ടത്. തീർച്ചയായിട്ടും അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. അങ്ങനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. കൃത്യമായ അന്വേഷണം ഉണ്ടാകും, കൃത്യമായ നടപടി ഉണ്ടാകും. ഇന്റലിജൻസ് സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രയാഗ്രാജിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഇനി പ്രവർത്തിക്കും.
ശക്തമായി. ഇനി ആളുകളുടെ എണ്ണം കൂടുകയുള്ളൂ. ആ കൂടുന്നതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇതിലൂടെ കടന്നു വന്ന് മനഃപൂർവ്വം തിക്കും തിരക്കും ഉണ്ടാക്കുകയും മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ജാഗ്രതയോടെ ഇരിക്കുക. നിങ്ങളുടെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാകും. ഇത്തരമൊരു മഹോത്സവം ഇവിടെ നടക്കുമ്പോൾ അതിലേക്ക് പ്രശ്നങ്ങളുമായി കടന്നു വന്നാൽ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടപടികൾ കടുത്തത് തന്നെയായിരിക്കും. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.